നോട്ട് ബേസ്ഡ് ഓൺ ഓർ കൺഫേമിംഗ് ടു വാട്ട് ഈസ് ജനറലി ഡൺ ഓർ ബിലീവ്. ഇതാണ് അൺകൺവെൻഷണൽ എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകുന്ന അർത്ഥം. അതായത് പൊതുവെ അംഗീകരിക്കപ്പെട്ട രീതികൾക്കോ വിശ്വാസങ്ങൾക്കോ വിരുദ്ധമായി. ഈ വാക്കിന്റെ പര്യായ പദമാണ് RGV എന്ന രാം ഗോപാൽ വർമ്മ. ജൻസികൾക്ക് ഈ പേര് വിചിത്രമായ അഭിപ്രായങ്ങൾ പറയുന്ന സോഫ്റ്റ് പോൺ എന്ന് വിളിക്കാവുന്ന തരം സിനിമകൾ എടുക്കുന്ന ഒരാളുടെ എക്സ് ഹാൻഡിൽ മാത്രമാണ്. പക്ഷേ 90കളിൽ സിനിമ സ്വപ്നം കണ്ടിറങ്ങിയ ഒരുപാട് പേർക്ക് അയാളായിരുന്നു വഴികാട്ടി. ദ ഗെയിം ചേഞ്ചർ, ഗോഡ് ഫാദർ. ഹൈദരാബാദിലെ നമ്പലി എന്ന പ്രദേശത്താണ് രാം ഗോപാൽ വർമ്മയുടെ ജനനം. അച്ഛൻ കൃഷ്ണം രാജ് വർമ്മ അന്നപൂർണ സ്റ്റുഡിയോസിൽ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. രാമു അങ്ങനെ പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല. പക്ഷെ സിനിമകൾ നല്ലപോലെ കാണും. വിജയവാഡയിലെ VR സിദ്ധാർത്ഥ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ദിവസം ഒരു സിനിമ എന്നായിരുന്നു കണക്ക്. കണ്ട സിനിമകൾ തന്നെ ഇഷ്ടപ്പെട്ട ചില സീനുകൾക്കായി വീണ്ടും കണ്ടെന്നിരിക്കും. അമേരിക്കൻ സിനിമാറ്റോഗ്രാഫർ പോലുള്ള സിനിമാ മാസികൾ കമ്പോട് കമ്പ് വായിക്കും. ഇത് പതിയെ സിനിമാക്കാരനാകണം എന്ന മോഹത്തിലെത്തി. നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് എഞ്ചിനീയറിംഗ് കാണാപ്പാടം പഠിച്ച് പാസ്സായി. സിനിമാക്കാരനാകണമെന്ന ആഗ്രഹം അതിൻ്റെ ഉച്ചത്തിലുമെത്തി. എങ്ങനെ സിനിമയിലെത്തും? എളുപ്പ വഴിയിലൂടെ തന്നെ രാമു നീങ്ങി. അച്ഛനോട് പോയി കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് അന്നപൂർണ സ്റ്റുഡിയോയുടെ തലപ്പത്തുള്ളവരുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. ആരെയും അസിസ്റ്റ് ചെയ്യാത്ത, ഔപചാരികമായി സിനിമ പഠിക്കാത്ത ഒരാൾ പടം പിടിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത മകന്റെ തലതെറിച്ച ഐഡിയയായി മാത്രമാണ് അദ്ദേഹം അതിനെ കണ്ടത്. അച്ഛന്റെ സഹായം ഉണ്ടാകില്ലെന്ന് തിരിച്ചറിഞ്ഞ രാമു ഹൈദരാബാദിലെ ഒബ്രോയ് ഹോട്ടലിൽ കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയറായി ജോലിക്ക് കയറി. പ്രതിമാസം 800 രൂപ ശമ്പളം. അതിനിടയിലും ചില നിർമ്മാതാക്കളെ കണ്ട് കഥ പറഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. രാമുജി റാവു ഉഷാ കിരൺ മൂവീസ് ആരംഭിച്ച സമയമാണ്. പതിവ് ശൈലിയിൽ നിന്ന് മാറി പ്രതിഘടന, ശ്രീവാരികി പ്രേമലേഖ തുടങ്ങിയ പുതുമയുള്ള ചിത്രങ്ങളാണ് ആ ബാനർ നിർമ്മിച്ചിരുന്നത്. രാമോജി റാവുമായി ഒരു മീറ്റിംഗ് ഒപ്പിക്കണം. അതിനായി അന്ന് അദ്ദേഹം നടത്തിയിരുന്ന ന്യൂസ് ടൈം എന്ന പത്രത്തിലേക്ക് ഒരു ലേഖനം എഴുതി അയച്ചു. 30 ദശലക്ഷം ആളുകളെ കൊന്ന ആശയങ്ങൾ, അതായിരുന്നു ലേഖനത്തിന്റെ തലക്കെട്ട്. ഹിറ്റ്ലറിന്റെ ചിന്തകളിലെ നീഷയുടെ സ്വാധീനമായിരുന്നു വിഷയം. ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു വന്നു. നല്ല വായനയും ലഭിച്ചു. രാമുവിന് രാമോജി റാവുവിന്റെ അപ്പോയിന്റ്മെന്റും. റാവുവിനോട് സിനിമ സംവിധാനം ചെയ്യാനുള്ള തന്റെ ആഗ്രഹം രാമു പറഞ്ഞു. പ്രായോഗിക പരിചയമില്ലെന്ന് പറഞ്ഞ് റാവു അവനെ മടക്കി. വീണ്ടും നിരാശ. ആ സമയത്താണ് നൈജീരിയയിൽ നിന്ന് രാമുവിന് ഒരു ജോബ് ഓഫർ വരുന്നത്. പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതിന്റെ കാര്യങ്ങൾ തിരക്കാൻ സുഹൃത്തുമൊത്ത് RTO ഓഫീസിലേക്ക് പോയ പോക്ക് അവന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. പോകുന്ന വഴി പ്രിയദർശിനി വീഡിയോസ് എന്ന വീഡിയോ ലൈബ്രറിക്ക് മുന്നിൽ സുഹൃത്ത് ബൈക്ക് നിർത്തി. കട നടത്തുന്നത് അയാളുടെ സുഹൃത്താണ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ രാമു കടയിലെ കാസറ്റുകൾ അതീവ ശ്രദ്ധയോടെ നോക്കി. എന്തുകൊണ്ട് എനിക്കൊരു വീഡിയോ ലൈബ്രറി തുടങ്ങിക്കൂടാ എന്നവന് തോന്നി. തോന്നലല്ല, അതൊരു തീരുമാനമായിരുന്നു. രാത്രിക്കുള്ളിൽ 6-7 വീഡിയോ ലൈബ്രറികൾ പോയി കണ്ടു. നൈജീരിയയിലേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ചു. കടം വാങ്ങി അമീർപേട്ടിൽ ഒരു വീഡിയോ ലൈബ്രറി തുടങ്ങി. മൂവി ഹൗസ്. സംരംഭം ഹിറ്റ്. മൂവി ഹൗസ് ആയിരുന്നു RGVയുടെ സിനിമാ സ്കൂൾ. അദ്ദേഹം വേൾഡ് സിനിമകൾ ഫ്രെയിം ബൈ ഫ്രെയിം കണ്ടുപഠിച്ചു. ഹോളിവുഡ് സിനിമകളിലെ ക്യാമറ ആംഗിളുകൾ, പശ്ചാത്തല സംഗീതം, കഥ പറച്ചിൽ രീതികൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി. ഒടുവിൽ ആ അവസരം രാം ഗോപാൽ വർമ്മയെ തേടിയെത്തി. അതും അച്ഛൻ വഴി തന്നെ. തനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മകൻ അപ്പോയിൻമെന്റ് കൊടുക്കണമെന്ന് നാഗാർജുനയുടെ മൂത്ത സഹോദരനും അന്നപൂർണ സ്റ്റുഡിയോസിന്റെ നിർമ്മാതാവുമായ അക്നേനി വെങ്കട്ടിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ 5 മിനിറ്റ് മീറ്റിംഗ് 5 മണിക്കൂർ നീണ്ടു. നായക പ്രാധാന്യമുള്ള പുതിയ കഥ തിരയുകയായിരുന്ന വെങ്കട്ടിന് രാമുവിനെ ശരിക്കും ബോധിച്ചു. അങ്ങനെ 1989 വിദ്യാർത്ഥി രാഷ്ട്രീയവും മാഫിയയും പ്രണയവും എല്ലാം ചേർന്ന ഒരു സിനിമയുണ്ടായി. ഐക്കോണിക് സ്റ്റാറ്റസ് ഉള്ള ചിത്രം ശിവ. സൈക്കിൾ ചെയിനുമായി ഫ്രെയിമിലേക്ക് നാഗാർജുന എത്തിയപ്പോൾ തിയേറ്ററുകളിൽ വിസിൽ മുഴങ്ങി. ഫൈറ്റ് സീനുകളിൽ പഞ്ചുകളുടെ ശബ്ദം മാറിയത് എല്ലാവരും ശ്രദ്ധിച്ചു. ഇളയരാജയുടെ സ്കോറുകൾ കാണികളെ ഞെട്ടിച്ചു. സ്റ്റഡി ക്യാം സിനിമാറ്റോഗ്രാഫിയും കുറിയ സംഭാഷണങ്ങളും അവർക്ക് പുതിയ അനുഭവം സമ്മാനിച്ചു. ആ 27-കാരൻ തെലുങ്ക് സിനിമാ ചരിത്രത്തിന് കുറുകെ തനിക്ക് മുൻപും ശേഷവും എന്നൊരു രേഖ വരയ്ക്കുകയായിരുന്നു. അതിന്നും അങ്ങനെ തന്നെ കിടക്കുന്നു. 60-ലധികം ചിത്രങ്ങൾ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിലാണ് സിനിമകൾ ഉണ്ടാക്കുക. ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയാൾ നീങ്ങിക്കൊണ്ടിരുന്നു. അതും പല ഭാഷകളിൽ, പല ജോണറുകളിൽ. കൗമാരകാലത്ത് കണ്ട മക്കനാസ് ഗോൾഡ്, എക്സോസിസ്റ്റ്, ഗോഡ് ഫാദർ എന്നീ ചിത്രങ്ങളും ഫെഡറിച്ച് നീഷെ, അയൺ റാൻഡ് എന്നീ ചിന്തകരും അയാളുടെ തീരുമാനങ്ങളെയും സിനിമകളെയും സ്വാധീനിച്ചു. ഏതൊരാളുടെ ജീവിതത്തിലും എന്ന പോലെ ഉയർച്ചകളും താഴ്ചകളും രാം ഗോപാൽ വർമ്മയുടെ ജീവിതത്തിലും കാണാം. ആ വലിയ കരിയറിനെ നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാം. വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച കാലം, മുംബൈ നോയറിന്റെ തലതൊട്ടപ്പനായിരുന്ന കാലം, തകർച്ചയുടെ കാലം. എവരിബഡി ഈസ് എ നോബഡി. ഇതാണ് രാം ഗോപാൽ വർമ്മയുടെ സിദ്ധാന്തം. അതുകൊണ്ട് ആർക്കെങ്കിലും വിശേഷിച്ച എന്തെങ്കിലും ബഹുമാനം കൊടുക്കാനോ ഏതെങ്കിലും വ്യവസ്ഥയ്ക്ക് വഴങ്ങാനോ അയാൾ തയ്യാറായിരുന്നില്ല. സിനിമയ്ക്കുള്ളിലും പുറത്തും. ആദ്യ ചിത്രം ശിവ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. റിയലിസ്റ്റിക് സൗണ്ട് ഡിസൈൻ എന്ന ആശയം അത്തരത്തിലൊരു മനസ്സിൽ നിന്നേ ഉണ്ടാകും. ക്യാമ്പസ് രാഷ്ട്രീയത്തെ കാൽപ്പനികവൽക്കരിക്കാതെ അവതരിപ്പിക്കാൻ അത്തരത്തിലൊരാൾക്കേ തോന്നൂ. ഇത്തരത്തിൽ വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ച RGV കാലമാണ് ശിവ മുതൽ 1995 ഇറങ്ങിയ രംഗീല വരെ കാണാൻ സാധിക്കുക.
വ്യത്യസ്ത ജോണറുകളിലൂടെ RGV തന്റെ ഫിലിമോഗ്രഫി കൊണ്ടുപോയി. ഒരേ തരം സിനിമകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിച്ചു. അതേസമയം തന്റെ തനത് ശൈലി സ്ഥാപിക്കുകയും പ്രേക്ഷകരെ അതിനോട് പൊരുത്തപ്പെടാൻ പാകമാക്കുകയും ചെയ്തു. ഡാർക്ക് കോമഡിയും ത്രില്ലറും ചേർന്ന ക്ഷണം ക്ഷണം, ക്യാമറ ആംഗിളുകളും നിശബ്ദതയും കൊണ്ട് ഭയം സൃഷ്ടിച്ച രാത്, പൊളിറ്റിക്കൽ ക്രൈം ഡ്രാമയായ ഗായം എന്നിവ ഈ കാലത്താണ് ഉണ്ടാകുന്നത്. ബോളിവുഡിലും RGV എന്ന സംവിധായകന്റെ പേര് സുപരിചിതമായിരുന്നു. ശിവ മുതലുള്ള അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നതിനാൽ RGV സ്റ്റൈലിന് അവിടെയും ചെറിയ തോതിൽ ആരാധകരുണ്ടായിരുന്നു. ഈ ചെറിയ കൂട്ടം വലുതാകുന്നത് 1995 രംഗീലയുടെ വരവോടെയാണ്. RGVയുടെ ആദ്യ പ്രോപ്പർ ബോളിവുഡ് ചിത്രം. സിനിമാ താരമാകാൻ കൊതിക്കുന്ന മിലി, അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മുന്ന, അവൾക്ക് സിനിമയിൽ അവസരം നൽകുന്ന സൂപ്പർ സ്റ്റാർ രാജ് കമൽ എന്നിവർക്കിടയിലെ ത്രികോണ പ്രണയകഥയാണ് രംഗീല. RGV ഈ സിനിമയുടെ കഥ രൂപപ്പെടുത്തിയത് രസകരമായ രീതിയിലാണ്. രമേശ് എന്ന സുഹൃത്തിന്റെ നിശബ്ദ പ്രണയത്തിൽ നിന്നാണ് ഈ കഥ RGVക്ക് കിട്ടുന്നത്. നടി ശ്രീദേവിയുടെ അമ്മ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നതിനെ കുറിച്ചും മകളെ ഒരു വലിയ താരമാക്കാൻ വേണ്ടി അവർ സ്റ്റുഡിയോകൾ തോറും കയറി ഇറങ്ങിയതിനെ കുറിച്ചുമുള്ള കഥകളിൽ നിന്നാണ് മിലി ഉണ്ടായത്. സൂപ്പർ സ്റ്റാർ രാജ് കമലോ ദ സൗണ്ട് ഓഫ് മ്യൂസിക്കിലെ കൗണ്ടസ് എന്ന കഥാപാത്രത്തിൽ നിന്നും. ഈ കഥയ്ക്കൊപ്പം റഹ്മാന്റെ സംഗീതം കൂടിയായപ്പോൾ RGVയുടെ വരവ് ബോളിവുഡ് നല്ലപോലെ അറിഞ്ഞു. ഈ മ്യൂസിക്കൽ റൊമാൻറ്റിക് പടത്തിലൂടെ ഗ്ലാമർ എന്ന ആശയത്തെ തന്നെ RGV മാറ്റി എഴുതി. ഒപ്പം കൊമേഴ്ഷ്യലായി നിന്നുകൊണ്ട് തന്നെ തനത് രീതിയിൽ കഥ പറയാമെന്നും പറഞ്ഞു വെച്ചു. RGVയുടെ സുവർണ കാലഘട്ടമാണിത്. ദിൽവാലെ ദുൽഹനിയ മാനിയിൽ നിന്ന് ബോളിവുഡും സിനിമാ പ്രേമികളും മോചിതരായിട്ടില്ല. മുംബൈയിലേക്ക് കൂടുമാറിയ അദ്ദേഹം ബോളിവുഡിൽ ഒരു സബ് ജോണർ അവതരിപ്പിച്ചു, മുംബൈ നോയർ. ഗ്യാങ് വാറുകളും പോലീസ് എൻകൗണ്ടറുകളും നിറഞ്ഞ മുംബൈ അധോലോകത്തിന്റെ കഥ പറയുന്ന ചിത്രങ്ങൾ. അതിൽ ആദ്യ ചിത്രം തന്നെ ഒരു മാസ്റ്റർ പീസാണ്, സത്യ. അധോലോകത്തെ ഗ്ലാമർ വൽക്കരിക്കാതെ ബോംബെ തെരുവുകളിലെ വയലൻസിനെ RGV സ്ക്രീനിലേക്ക് എത്തിച്ചു. യാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്ന കില്ലിംഗ് മെഷീനുകളല്ലെന്നും അവർക്ക് കുടുംബമുണ്ടെന്നും സൗഹൃദങ്ങളുണ്ടെന്നും അവർ രാഷ്ട്രീയക്കാരുടെ കളിപ്പാവകളാണെന്നും സത്യ കാട്ടിത്തന്നു. മനോജ് ബാജ്പേയി അവതരിപ്പിച്ച ബിക്കു മാത്രേ എന്ന ഗ്യാങ്സ്റ്റർ ഭാര്യയോട് വഴക്കിടുമ്പോൾ, കുട്ടികളോട് കൊഞ്ചുമ്പോൾ അവർ മനുഷ്യർ കൂടിയാണെന്ന് സിനിമ ഓർമ്മിപ്പിച്ചു. മുംബൈയിലേക്ക് ജോലി തേടിയെത്തുന്ന സത്യത്തിൽ നിന്നാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അയാളുടെ ജീവിതത്തിന്റെ പല കോണുകളിലേക്ക് സിനിമ പോകുന്നു. അവിടെ അധോലോകവും പ്രണയവും പോലീസും ദൃശ്യമാകുന്നു, വളരെ റിയലിസ്റ്റിക്കായി. സൗരഭ് ശുക്ലയും അനുരാഗ് കശ്യപും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത്. 23 വയസ്സായിരുന്നു അപ്പോൾ അനുരാഗിന്റെ പ്രായം. അനുരാഗ് എന്ന തിരക്കഥാകൃത്തിന്റെ അടിത്തറ ഈ സിനിമയാണ്. അനുരാഗ് മാത്രമല്ല, ബോളിവുഡിലെ ഇന്നത്തെ പല പ്രശസ്തരുടെയും ഉദയം സത്യയിൽ നിന്നാണ്. എഡിറ്റർ അപൂർവ അസ്രാനി, മനോജ് ബാജ്പേയി, സൗരഭ് ശുക്ല, ഷഫാലി ഷാ, മകരൻ ദേശ്പാണ്ഡെ, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. സത്യയ്ക്ക് ശേഷം നിരവധി അധോലോക ചിത്രങ്ങൾ RGV എടുത്തു. കമ്പനിയിൽ ക്രൈമുകളുടെ ലോകത്തെ ഒരു കോർപ്പറേറ്റ് ബിസിനസ് പോലെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. സർക്കാരിൽ അതിനു മുമ്പേ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം നൽകി. ദ ഗോഡ് ഫാദർ സിനിമയ്ക്കുള്ള ട്രിബ്യൂട്ട് കൂടിയായിരുന്നു അമിതാഭ് ബച്ചൻ നായകനായ സർക്കാർ. അണ്ടർവേൾഡ് സിനിമകൾ മാത്രമല്ല, എണ്ണം പറഞ്ഞ ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രങ്ങളും ഈ കാലത്ത് രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഭൂത്, കോൻ എന്നീ ചിത്രങ്ങൾ. വെറും 3 കഥാപാത്രങ്ങളും ഒരു വീടും വെച്ചാണ് RGV കോൻ എന്ന മാസ്റ്റർ പീസ് സൃഷ്ടിച്ചത്. നഗരത്തിൽ ഒരു കൊലയാളി കറങ്ങി നടക്കുന്ന മഴയുള്ള ഒരു രാത്രിയിൽ വീട്ടിൽ തനിച്ചായ ഒരു പെൺകുട്ടിയുടെ വാതിലിൽ ഒരു അപരിചിതൻ വന്ന് മുട്ടുന്നു. അതാണ് കോനിന്റെ കഥ. വാതിലിൽ മുട്ടുന്ന ശബ്ദവും ടെലിഫോൺ റിംഗും കാണികളെ ഞെട്ടിച്ചു. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഏവരെയും സ്തബ്ധരാക്കി. ബോളിവുഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ആഖ്യാനമായിരുന്നു ചിത്രത്തിലേത്. എന്നാൽ ഭൂതിൽ അത് നേരെ തിരിച്ചാണ്. പ്രേത സിനിമകളുടെ സ്ഥിരം ടെംപ്ലേറ്റിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ചിത്രം കഥ പറഞ്ഞത്. വീട് മാറിയെത്തുന്ന കുടുംബം, കാറ്റിലാടുന്ന ജനലുകൾ, സംശയം തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ RGV കൊണ്ടുവന്നു. കഥ നടക്കുന്നത് ഒഴിഞ്ഞ പടുകൂറ്റൻ ബംഗ്ലാവിലല്ല, നഗരഹൃദയത്തിലുള്ള ഒരു ഫ്ലാറ്റിലാണ്. പ്രേതമിറങ്ങുന്നത് പട്ടാപ്പകലും. അതുവരെയുള്ള ചിന്തകളെ തകിടം മറിക്കുക. അയാൾക്ക് അതൊരു ത്രില്ലായിരുന്നു. നിശബ്ദ്, രക്തചരിത്ര, സർക്കാരിന്റെ 2-3 ഭാഗങ്ങൾ എന്നിവ എടുത്തെങ്കിലും എന്തോ എവിടെയോ ഒരു തകരാറുള്ളതായി RGV ആരാധകർക്ക് തോന്നി തുടങ്ങിയ കാലമാണിത്. അദ്ദേഹത്തിന്റെ സിനിമകൾ മടുപ്പിക്കാൻ തുടങ്ങിയതുപോലെ. കുറഞ്ഞ ബജറ്റിൽ അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും RGV ലെവലിൽ എത്തുന്നില്ല എന്ന് കാണികൾക്ക് തോന്നി. 2007 ആഗ് എന്ന പേരിൽ ഷോലെ റീമേക്ക് ചെയ്തതോടെ RGV എന്ന ബ്രാൻഡിലുള്ള വിശ്വാസം പലർക്കും നഷ്ടമായി. അപ്പോഴും കടുത്ത സിനിമാ പ്രേമികൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു. നായികമാരുടെ അംഗപ്രത്യംഗം ലോ ആംഗിൾ ഷോട്ടുകൾ വെച്ച് അദ്ദേഹം ആ പ്രതീക്ഷ കെടുത്തി. ദ അറ്റാക്ക് ഓഫ് 2611, കില്ലിംഗ് വീരപ്പൻ, വംഗവീതി പോലുള്ള ചിത്രങ്ങളിൽ പഴയ ആ പ്രതിഭയുടെ ചില മിന്നലാട്ടങ്ങൾ കണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായിരുന്നില്ല. RGV പതിയെ പരമ്പരാഗത സിനിമ തിയേറ്റർ സിസ്റ്റത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ആരംഭിച്ചു. അഡൽ സ്റ്റാർ മിയ മൽക്കോവ രതി, നഗ്നത, ആത്മീയത എന്നിവയെ പറ്റി പറയുന്ന ഡോക്യുമെന്ററി ഫിലിം എടുത്തു. ഐഫോണുകളും ചെറിയ ഡിജിറ്റൽ ക്യാമറകളും കൊണ്ട് ആഴ്ചകൾ കൊണ്ട് സിനിമകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എക്സ്പോസ്റ്റുകളിലൂടെ വിവാദങ്ങളുടെ കെട്ടഴിച്ചു വിട്ടു. അപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണികളിൽ നിന്ന് അകന്നു നിന്നു. കാണി RGV സിനിമകളിൽ നിന്നും. RGV സംവിധാനം ചെയ്യുന്ന, നിർമ്മിക്കുന്ന ഇറോട്ടിക് ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടികൾ സിനിമയേക്കാൾ ഇറോട്ടിക്കായി.
പഴയ ആ രാം ഗോപാൽ വർമ്മ എവിടെ? അയാൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ആ കംബാക്കിനായി ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. സിൻഡിക്കേറ്റ് എന്ന പുതിയ RGV സിനിമയുടെ പ്രഖ്യാപനം അവരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. നീണ്ട ഒരു എക്സ്പോസ്റ്റിൽ ഈ സിനിമയുടെ കഥയും ഫിലോസഫിയും പങ്കുവച്ച RGV ആ കുറിപ്പിന്റെ അവസാനം ഇങ്ങനെ കൂടി എഴുതുന്നു: ഞാനൊരു ശപഥം എടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഞാൻ ചെയ്ത എല്ലാ സിനിമാ പാപങ്ങളും കഴുകിക്കളയാൻ ഒരൊറ്റ ചിത്രം, സിൻഡിക്കേറ്റ്. എന്താകും ഈ സിനിമ എന്ന് പറയാൻ സാധിക്കില്ല. RGV ആണ്, എന്തും സംഭവിക്കാം. ഗുഡ്, ബാഡ് ഓർ അഗ്ലി എന്തിനും അദ്ദേഹത്തിന് പറ്റും. അത് അദ്ദേഹം തെളിയിച്ചതാണ്. അറ്റാക്കിംഗ് പൊസിഷനിൽ കളിച്ചാണ് ആ കളിക്കാരന് ശീലം.